2026-ലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 140 സീറ്റുകളിൽ ആര് വാഴുമെന്നതിന്റെ AI പ്രവചനങ്ങളിലൂടെ നമുക്കൊന്ന് വേഗത്തിൽ കണ്ണോടിക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും നിലവിലെ രാഷ്ട്രീയ ട്രെൻഡുകളും അനലൈസ് ചെയ്ത് ChatGPT, ക്ലോഡ് പോലെയുള്ള AI ടൂളുകൾ പുറത്തുവിടുന്ന ഈ റിപ്പോർട്ട് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് കേട്ടോ. ഒന്നാമതായി, ആകെ സീറ്റുകളുടെ കണക്കെടുത്താൽ 140-ൽ 75 മുതൽ 82 വരെ സീറ്റുകൾ നേടി UDF നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് ഈ ഡേറ്റ കാണിക്കുന്നത്. അതേസമയം LDF 58 മുതൽ 63 വരെ സീറ്റുകളിലും NDA വെറും 2 സീറ്റുകളിലും ഒതുങ്ങുമത്രേ. ഇവിടെ ഒരു ചോദ്യം സ്വാഭാവികമാണ്. AI മോഡലുകൾക്ക് ശരിക്കും നമ്മുടെ കേരളത്തിലെ വോട്ടർമാരുടെ മനസ്സ് വായിക്കാൻ കഴിയുമോ? ഇനി രണ്ടാമതായി നോക്കേണ്ടത് UDFന് ഈയൊരു മുൻതൂക്കം എവിടുന്ന് കിട്ടുന്നു എന്നതാണ്. ഇതിന് പ്രധാന കാരണം മലബാറിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്ന വലിയ മുന്നേറ്റമാണ്. അതായത് കോഴിക്കോടും മലപ്പുറത്തുമൊക്കെ വലിയ തരംഗമുണ്ടാക്കുമെന്നും തിരൂർ പോലെയുള്ള അവരുടെ സ്ഥിരം കോട്ടകളിൽ അതിശക്തമായ വിജയം ആവർത്തിക്കുമെന്നുമാണ് റിപ്പോർട്ട് ഉറപ്പിച്ചു പറയുന്നത്. അവസാനമായി, ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്നല്ലേ? അത് NDA പിടിക്കുന്ന നിർണായക വോട്ടുകളാണ്. നോക്കൂ, പാലക്കാട്, തൃശൂർ, മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ കടുത്ത ത്രികോണ മത്സരമാണ് നടക്കുന്നത്. പോരാത്തതിന് തിരുവനന്തപുരം പോലെയുള്ള നഗരങ്ങളിൽ NDA പിടിക്കുന്ന വോട്ടുകൾ LDFന് ശരിക്കും ഒരു തിരിച്ചടിയാകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കേരളത്തിലെ 30-ലധികം സീറ്റുകളിലെ ഫലം ഒരു നാണയം ടോസ് ചെയ്യുന്നതുപോലെ അങ്ങേയറ്റം പ്രവചനാതീതമാണ്. മൊത്തത്തിൽ UDFനൊരു മുൻതൂക്കം കാണിക്കുന്നുണ്ടെങ്കിലും കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലെ വോട്ട് ചോർച്ച അവസാന നിമിഷം വരെ ഈ തെരഞ്ഞെടുപ്പിനെ ആവേശഭരിതമാക്കുമെന്നുറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ഈ പറയുന്ന 6 പ്രവചനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഇതിൽ രാഷ്ട്രീയ തന്ത്രജ്ഞരുടെ ആഴത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്, മറുവശത്ത് ChatGPT, ക്ലോഡ് പോലുള്ള AI മോഡലുകൾ, അവർ തരുന്ന കട്ട ഡാറ്റാ ബേസ്ഡ് പ്രവചനങ്ങളും. സോ ഒരു വശത്ത് മനുഷ്യന്റെ ബുദ്ധി, മറുവശത്ത് മെഷീന്റെ കണക്കുകൂട്ടലുകൾ, രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരി, അപ്പോൾ ഈ പ്രവചനങ്ങളെല്ലാം ഒരുമിച്ച് വയ്ക്കുമ്പോൾ ആകെ മൊത്തം ചിത്രം എന്താണ്? നമുക്ക് ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും അറിയേണ്ട ആ മാന്ത്രിക സംഖ്യ. ആർക്കെത്ര സീറ്റ് കിട്ടും? 75. ഇതാണ് ക്ലോഡ് എന്ന AI മോഡൽ UDFന് പ്രവചിക്കുന്ന സീറ്റുകളുടെ എണ്ണം. ഓർക്കണം, ഭരിക്കാൻ വേണ്ടത് 71 സീറ്റുകളാണ്. അതായത് കഷ്ടിച്ച് ഒരു ഭൂരിപക്ഷം. ഒരു ത്രില്ലിംഗ് ഫിനിഷായിരിക്കുമെന്നാണ് ഈ AI പറയുന്നത്. പക്ഷേ ഇവിടെയാണ് ശരിക്കുമുള്ള ട്വിസ്റ്റ്. ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ. ക്ലോഡ് AIയും നമ്മുടെ സ്ട്രാറ്റജിക് അനാലിസിസും UDF ജയിക്കുമെന്ന് പറയുമ്പോൾ അതാ വരുന്നു അടുത്ത AI ChatGPT നേരെ തിരിച്ചു പറയുന്നു LDFന് 71 സീറ്റ്, അതായത് LDF നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന്. കണ്ടില്ലേ, ഒരേ ബേറ്റ വെച്ചിട്ട് 2 AIകൾ 2 തരം ഉത്തരം തരുന്നു. ഇത് ശരിക്കും ഈ പ്രവചനങ്ങളിലെ ഒരു സസ്പെൻസ് തന്നെയാണ്. അപ്പോൾ ഈ 75ഉം 71ഉം ഒക്കെയുള്ള കണക്കുകൾ എവിടെ നിന്നാണ് വരുന്നത്? ഒരു സംസ്ഥാനമെന്ന നിലയിൽ മൊത്തത്തിൽ നോക്കുന്നതിന് പകരം നമുക്ക് കേരളത്തെ പല മേഖലകളായിട്ട് തിരിച്ചു നോക്കാം. കാരണം ഓരോ ഇടത്തെയും ഫലങ്ങൾ ചേർന്നാണല്ലോ ആകെ ചിത്രം വരുന്നത്. നമുക്ക് വടക്കൻ കേരളത്തിൽ നിന്ന്, അതായത് മലബാറിൽ നിന്ന് തന്നെ തുടങ്ങാം. മലബാറിന്റെ കാര്യം പറയുമ്പോൾ എല്ലാ പ്രവചനങ്ങളും ഏകദേശം ഒരേ കാര്യമാണ് പറയുന്നത്. ഇവിടെ ഒരു UDF തരംഗത്തിന് സാധ്യതയുണ്ട്. ഇതിന് പിന്നിലെ പ്രധാന ശക്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ അവരുടെ ശക്തികേന്ദ്രങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് എല്ലാ വിശകലനങ്ങളും പറയുന്നത്. UDF ഭൂരിപക്ഷം നേടുമെന്ന പ്രവചനങ്ങളുടെയെല്ലാം അടിത്തറ യഥാർത്ഥത്തിൽ മലബാറിലെ ഈ മുന്നേറ്റമാണ്. ഇനി നമുക്ക് മധ്യകേരളത്തിലേക്ക് വരാം. എറണാകുളം, കോട്ടയം, ഇടുക്കി ഈ ജില്ലകളിലും UDFന് ശക്തമായ പ്രകടനമാണ് പ്രതീക്ഷിക്കുന്നത്. പല റിപ്പോർട്ടുകളും പറയുന്നത് ഇവിടത്തെ ഭരണവിരുദ്ധ വികാരം UDFന് അനുകൂലമാകുമെന്നാണ്. അപ്പോൾ മലബാറിലെ മുന്നേറ്റവും മധ്യകേരളത്തിലെ ഈ ആധിപത്യവും, ഇത് രണ്ടും ചേരുമ്പോഴാണ് UDFന്റെ സീറ്റ് കണക്ക് 70 കടന്ന് മുന്നോട്ടു പോകുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം കോട്ടകളിൽ ജയിച്ചതുകൊണ്ട് മാത്രം ആരും ഭരിക്കാൻ പോകുന്നില്ല. യഥാർത്ഥ കളി നടക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന, ഫലം അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാൻ സാധ്യതയുള്ള കുറച്ച് മണ്ഡലങ്ങളിലാണ്. ഈ ടോസപ്പ് സീറ്റുകൾ. ഇവിടെ ജയിക്കുന്നവരായിരിക്കും കേരളം ഭരിക്കുന്നത്. ഏതൊക്കെയാണവ എന്ന് നോക്കാം. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലിസ്റ്റ്. മഞ്ചേശ്വരം, പാലക്കാട്, തൃശൂർ, നിലമ്പൂർ, ഇവിടെയൊക്കെ ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന് ആർക്കും ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ലിസ്റ്റിലുള്ള 2-3 സീറ്റുകളിലെ ഫലം ഒന്നു മാറിയാൽ മതി, കേരളം ആര് ഭരിക്കുമെന്നുള്ള ഉത്തരം തന്നെ മാറിമറിയും. ഇതിലൊരു ഉദാഹരണമായിട്ട് നമുക്ക് മഞ്ചേശ്വരം എടുക്കാം. ഓർക്കുന്നുണ്ടോ? 2016-ൽ വെറും 89 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അവിടെ ഫലം വന്നത്. അത്രയ്ക്ക് കടുത്ത മത്സരമാണ്. ഇത്തവണയും UDFും BJPയും തമ്മിൽ നേർക്കുനേർ പോരാട്ടമാണ് നടക്കുന്നത്. അതുകൊണ്ടുതന്നെ ഈയൊരു സീറ്റിലെ ഫലം കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും.
ഇനി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ എക്സ് ഫാക്ടർ എന്ന് പറയാവുന്ന എൻ.ഡി.എയുടെ കാര്യത്തിലേക്ക് വരാം. ഒരുപക്ഷേ അവർക്ക് ഭൂരിപക്ഷം കിട്ടില്ലായിരിക്കാം. പക്ഷേ ആരാണ് അടുത്തത് ഭരിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ എൻ.ഡി.എക്ക് പറ്റും. അവർ വോട്ട് പിടിക്കുന്നതിനനുസരിച്ച് മറ്റ് രണ്ട് മുന്നണികളുടെയും ജയവും തോൽവിയും മാറിമറയാം. അതെങ്ങനെയാണെന്ന് നോക്കാം. 1 മുതൽ 5 സീറ്റുകൾ വരെ ഒരു വിശകലനം എൻ.ഡി.എക്ക് പ്രവചിക്കുന്നത് ഇത്രയും സീറ്റുകളാണ്. ഇനി അഥവാ ഇത് സംഭവിച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും. കാരണം കേവലം 1-2 സീറ്റിന് ഭൂരിപക്ഷം തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇത് എത്രത്തോളം നിർണായകമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോ എങ്ങനെയാണ് എൻ.ഡി.എ കണക്കുകൾ മാറ്റുന്നത്? സിമ്പിളായി പറഞ്ഞാൽ എങ്ങനെയാണ്? നേമം, വട്ടിയൂർക്കാവ് പോലുള്ള മണ്ഡലങ്ങളിൽ എൻ.ഡി.എയുടെ വോട്ട് ഷെയർ കൂടുമ്പോൾ ആ വോട്ടുകൾ പ്രധാനമായും പോകുന്നത് എൽ.ഡി.എഫിന്റെ വോട്ട് ബാങ്കിൽ നിന്നാണെന്നാണ് ഒരു നിരീക്ഷണം. അപ്പോൾ എന്ത് സംഭവിക്കും? എൽ.ഡി.എഫിന്റെ വോട്ടുകൾ രണ്ടായി പിളരും. അങ്ങനെ വരുമ്പോൾ ആ ത്രികോണ മത്സരത്തിൽ സ്വാഭാവികമായും യു.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് ഒരു എഡ്ജ് കിട്ടും. പല പ്രവചനങ്ങളും യു.ഡി.എഫിന് മുൻതൂക്കം കൊടുക്കുന്നതിന്റെ ഒരു പ്രധാന ലോജിക് ഇതാണ്. അപ്പോൾ എൻ.ഡി.എ എവിടെയൊക്കെയാണ് ജയിക്കാൻ സാധ്യത കൽപ്പിക്കുന്നത്? നമ്മുടെ ക്ലോഡ് എ.ഐ മോഡൽ പറയുന്നത് അവർക്ക് 2 സീറ്റ് കിട്ടുമെന്നാണ്. നേമമണ്ഡലത്തിൽ മിക്കവാറും എല്ലാ സർവേകളും ബി.ജെ.പിക്ക് വിജയം പ്രവചിക്കുന്നുണ്ട്. അതുകൂടാതെ കഴക്കൂട്ടം, പാലക്കാട്, തൃശൂർ ഇവിടെയൊക്കെ എൻ.ഡി.എക്ക് വലിയ വിജയസാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കണക്കുകളും വിശകലനങ്ങളുമെല്ലാം നമ്മൾ കണ്ടു. ഇതിൽ നിന്നെല്ലാം നമ്മൾ എങ്ങോട്ടാണെത്തുന്നത്? പ്രവചനങ്ങളെല്ലാം നമുക്ക് ചില സൂചനകൾ തരുന്നുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഏതൊരു തിരഞ്ഞെടുപ്പും പോലെ അവസാന നിമിഷം വരെ ഒന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. നമ്മൾ കണ്ട വിശകലനങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്താൽ ഒരു കാര്യം വ്യക്തമാണ്. സാധ്യത കൂടുതൽ യു.ഡി.എഫിന് നേരിയ ഭൂരിപക്ഷം കിട്ടാനാണ്. പക്ഷേ ആ മുൻതൂക്കമെന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഒരു നൂൽപാലത്തിലൂടെ നടക്കുന്നത് പോലെ ഏത് നിമിഷവും ഫലം അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിയാം. ഇവിടെയാണ് ക്ലോഡ് എ.ഐയുടെ റിപ്പോർട്ടിൽ ഒരു വാചകം വളരെ പ്രസക്തമാകുന്നത്. അവർ പറയുന്നത് ഏകദേശം 30-35 സീറ്റുകളിൽ ഫലം ഒരു കോയിൻ ടോസ് ചെയ്യുന്നതുപോലെയാണെന്നാണ്. അതായത് 5% താഴെ മാത്രം വോട്ടിന്റെ വ്യത്യാസത്തിൽ ജയവും തോൽവിയും തീരുമാനിക്കപ്പെടും. ചരിത്രം നോക്കിയാൽ നമുക്കറിയാം, കേരളം എപ്പോഴും പ്രവചനങ്ങളെ തെറ്റിച്ച് എല്ലാവരെയും ഞെട്ടിക്കാറുണ്ട്. അപ്പോൾ എ.ഐ മോഡലുകൾ അവരുടേതായ പ്രവചനങ്ങൾ നടത്തി, രാഷ്ട്രീയ വിദഗ്ധർ അവരുടെ കണക്കുകൂട്ടലുകളും നിരത്തി. പക്ഷേ അവസാനം ഒരൊറ്റ ചോദ്യം ബാക്കിയുണ്ട്. പോളിംഗ് ബൂത്തിലെത്തുന്ന ആ നിശബ്ദനായ വോട്ടർ, അവരുടെ തീരുമാനം എന്തായിരിക്കും? ഈ കണക്കുകളെല്ലാം അവർ തിരുത്തി എഴുതുമോ? ആ അന്തിമവിധിക്കായി നമുക്ക് കാത്തിരിക്കാം.